നമ്മുടെ നമ്മുടെ വൈദ്യുതി നമുക്ക് വേണ്ടേ? നമ്മുടെ അവകാശങ്ങൾ നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ടതുണ്ടോ? ഫ്യുവൽ സർചാർജ് എന്നൊരു വിഭാഗത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കുന്നുണ്ട്. കേരളത്തിൽ എന്തിനാണ് ഫ്യുവൽ ചാർജ്? നമുക്കത് മനസ്സിലാകുന്നേയില്ല. ഫ്യുവൽ സർചാർജ് എന്ന് പറഞ്ഞാൽ ഇന്ധന അധികഭാരം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ 95 ലക്ഷത്തോളം വരുന്ന സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ ഉണ്ടെന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ നമ്മളോട് പറയുന്നത്. ഈ 95 ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കൾക്കായി കേരളത്തിൽ വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ ഏതാണ്ട് 25-27% ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ഹൈഡ്രോ പ്രോജക്റ്റുകൾ വഴി അഥവാ വെള്ളത്തിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം നമ്മുടെ ഏതാണ്ട് 28-31% വൈദ്യുതി ഉൽപാദനം നമുക്ക് നടത്തുന്നുണ്ട്. അതായത് ഇവിടുത്തെ സാധാരണക്കാരന് 95 ലക്ഷത്തോളം വരുന്ന സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾക്ക് ആവശ്യമായ വൈദ്യുതി ഇവിടുത്തെ ഹൈഡ്രൽ പ്രോജക്റ്റുകൾ വഴി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന് ബോർഡ് തന്നെ പറയുന്നുണ്ട്. അതായത് ഈ പ്രകൃതിയെ കൊണ്ട് നമ്മൾ തന്നെ നമുക്ക് വേണ്ട വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഡാമുകളും പ്രോജക്റ്റുകളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും കുത്തക മുതലാളിമാരെ കൊണ്ടാണോ? അല്ല, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം എടുത്ത് തന്നെയാണ് ഈ നാട്ടിലെ ഡാമുകളും അതുപോലെയുള്ള പ്രോജക്റ്റുകളും ഇവിടെ വന്നിട്ടുള്ളത്. ആരുടേതാണ് ഈ പ്രകൃതി? സർക്കാരിൻ്റെതാണോ? ബോർഡിൻ്റെതാണോ? അല്ല, ഈ നാട്ടിലെ ജനങ്ങളുടേതാണ്. ഈ പ്രകൃതിയും ഈ ജനങ്ങൾ കൊടുത്ത നികുതി കൊണ്ടാണ് ഇവിടെ ഡാമുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോജക്റ്റുകളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രകൃതിയിൽ നിന്ന് ജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഡാമുകളും അല്ലെങ്കിൽ പ്രോജക്റ്റുകളും വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഈ ജനങ്ങൾ തന്നെ ഭീമമായ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു എന്നുള്ളത് എത്ര ദയനീയമായ ഒരു അവസ്ഥയാണ്. വ്യാവസായിക, വാണിജ്യ, കാർഷിക സേവന രംഗത്തുള്ളവർക്ക് ഈ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ്ട് 70-72% വൈദ്യുതി ഉപയോഗിക്കുന്നത് അവരാണ്. ഈ പറയുന്ന വ്യാവസായിക, വാണിജ്യ, കാർഷിക സേവന രംഗത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതി മുഴുവനും ലാഭമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു അസംസ്കൃത വസ്തുവാണ്. അതിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന ഉൽപ്പന്നം എന്തായിരുന്നാലും ഏതായിരുന്നാലും അതവർ വിപണിയിൽ വിൽക്കപ്പെടുന്നു, അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നു. ആ ലാഭത്തിൽ നിന്നുള്ള ഒരു തുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് അവർ അടയ്ക്കുന്നത്. പക്ഷേ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി ഒരിക്കലും അസംസ്കൃത വസ്തു അല്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവശ്യ വസ്തു ഗണത്തിൽപ്പെടേണ്ടുന്ന വൈദ്യുതി നേരത്തെ പറഞ്ഞ ഈ വ്യാവസായിക, വാണിജ്യ, കാർഷിക സേവന രംഗത്തുള്ളവർ ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ അവർ വില കൊടുത്ത് വാങ്ങുന്നത് പോലെ സാധാരണക്കാരായ ജനങ്ങൾ വാങ്ങേണ്ടി വരുന്നു എന്നുള്ളത് പരമദയനീയമായ ഒരു അവസ്ഥയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവശ്യ വസ്തുവായി കാണേണ്ടുന്ന ഈ വൈദ്യുതി ഒരിക്കലും ഒരു അസംസ്കൃത വസ്തുവല്ല. അവർക്കതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനല്ല സാധാരണക്കാരായ ജനങ്ങൾ അത് ഉപയോഗിക്കുന്നത്. നിത്യോപയോഗ വസ്തുവായി, അവശ്യ വസ്തുവായി കാണേണ്ടുന്ന വൈദ്യുതി ഇത്രയേറെ ഭീമമായ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു എന്നുള്ളത് പരമദയനീയമായ ഒരവസ്ഥയാണ്. അത് ഈ നാട്ടിലെ ഓരോ മനുഷ്യന്റെയും, ഓരോ ജനങ്ങളുടെയും, ഓരോ ഉപഭോക്താക്കളുടെയും ജീവിതഭാരം, സാമ്പത്തിക ഭാരം വല്ലാതെ കൂട്ടും. ഈ വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ വൈദ്യുതിക്ക് എവിടെയാണ് ഇന്ധനം ഉപയോഗിക്കുന്നത്? എന്തിനാണ് നാം ഇങ്ങനെ ഈ ഇന്ധന അധികഭാരം എന്ന പേരിൽ ഫ്യുവൽ സർചാർജ് നാം കൊടുക്കേണ്ടി വരുന്നത്? നേരത്തെ പറഞ്ഞ വ്യാവസായിക, വാണിജ്യ, കാർഷിക സേവന രംഗത്ത് ആവശ്യമുള്ള വൈദ്യുതി ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമായ ഹൈഡ്രോ പ്രോജക്റ്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വലിയ വിലയ്ക്ക് വിൽക്കുകയും അവർക്ക് വേണ്ടി വാങ്ങുന്ന വലിയ വിലയ്ക്ക് വാങ്ങുന്ന വൈദ്യുതി ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിനേക്കാൾ വലിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അവസാനിപ്പിക്കണം. 95 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ഉപഭോക്താക്കളായ സിംഗിൾ ഫേസ് ഉപഭോക്താക്കളിൽ നിന്ന് ഒരു കാരണവശാലും ഈ ഫ്യുവൽ സർചാർജ്, ഇന്ധന അധികഭാരം പിരിച്ചെടുക്കാൻ പാടുള്ളതല്ല. വ്യത്യസ്തമായ പേരുകളിലായി, പല കാരണങ്ങളിലായി ബോർഡ് ഇന്നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി കൊടുക്കും, സർക്കാർ കൂട്ടുനിൽക്കും. ഏത് സർക്കാരായിരുന്നാലും, മുൻകാലങ്ങളിലുള്ള സർക്കാരായിരുന്നാലും ഇപ്പോഴുള്ള സർക്കാരായിരുന്നാലും ജനങ്ങളെ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ റെഗുലേറ്ററി കമ്മീഷനൊപ്പം ബോർഡിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ ഡെക്ക, ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ഈ വിഷയത്തിൽ കൃത്യമായി പരാതികൾ ബോധിപ്പിക്കുകയുണ്ടായി. ഇതുപോലെയുള്ള ഒട്ടനവധി വിഷയങ്ങളിൽ ഡെക്ക എന്ന് വിളിപ്പേരുള്ള
ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ എന്ന ഈ സംഘടന റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ KSEB കൊടുത്തിരിക്കുന്ന പെറ്റീഷനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതികൾക്ക് വ്യക്തമായ കൃത്യമായ ഒരു നിലപാടും നടപടിയും റെഗുലേറ്ററി കമ്മീഷനിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാകുന്നില്ല എങ്കിൽ ഉറപ്പായി നമുക്ക് പ്രതിഷേധങ്ങൾ ആവശ്യമായി വരും, പ്രതിരോധങ്ങൾ ആവശ്യമായി വരും. നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠത്തിന്റെ മുന്നിലേക്ക് നമ്മൾ പോകേണ്ടി വരും. നമ്മുടെ അധികാരങ്ങൾക്കായി, നമ്മുടെ അവകാശങ്ങൾക്കായി നാം പടപൊരുതേണ്ടി വരും. കേരളത്തിലെ ഏതാണ്ട് 1,35,00,000 വരുന്ന ഉപഭോക്താക്കളെ അണിനിരത്തിക്കൊണ്ട് ഡെക്ക എന്ന് പറയുന്ന ഈ സംഘടന മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ ഉപഭോക്താക്കൾ മുഴുവനും കൂടെ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.